അല്ല, ഞങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കും. കാരണം ഞങ്ങളുടെ ഒരു ആരോപണം നേരത്തെ ഉണ്ട്. ഞാൻ നിയമസഭയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചൊരു വാക്കാണ് പൊളിറ്റിക്കൽ പേട്രണേജ്. രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഉണ്ട് ഈ സംഭവങ്ങൾക്ക്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത് വ്യാപകമാകുന്നത്. ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കാൻ പറ്റുമോ? പൊളിറ്റിക്കൽ പേട്രണേജ് അധികാരത്തിൽ ഇരിക്കുന്നവരാണ് കൊടുക്കുന്നത്. പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ട്, കൊടുക്കുന്നുണ്ട്. അത് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ? ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ പിടിച്ച കേസുകൾ നിങ്ങളൊന്ന് അന്വേഷിക്കും. ആരായിരുന്നു അതിന്റെ പുറകിൽ? ഒരു ലോഡ് പിടിച്ചല്ല, ആരായിരുന്നു അതിന്റെ പുറകിൽ? നിങ്ങൾ അന്വേഷിക്കുക, കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. ഒരു പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നുണ്ട്. യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് അതുമായിട്ട് ബന്ധമുണ്ട്. അവരതിൽ നിന്ന് മാറ്റണം. മുതിർന്ന നേതൃത്വം പറഞ്ഞ് ഇത് കേരളത്തിന് അപകടമാണ്, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് മാറ്റണം. അവർ പിടിയിലാവുമ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കണോ? SFIയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി പിടിയിലാവുമ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കണോ? ഞാനതുകൊണ്ടാണ് ചോദിച്ചത്. പൂക്കോടുണ്ടായ സംഭവം, ഈ കോട്ടയത്തുണ്ടായ സംഭവമൊക്കെ ഇതിന്റെ തുടർച്ചകളല്ലേ? അവിടെ എല്ലാം ലഹരി മരുന്ന് ഉപയോഗിച്ച് 150 പേരുടെ മുന്നിലാണ് ഒരാളെ വിവസ്ത്രനാക്കി റാഗിംഗ് നടത്തിയത്. പൂക്കോട് അത് ആത്മഹത്യ ചെയ്താണോ കെട്ടിത്തൂക്കിയതാണോ ഇപ്പോഴും അറിയില്ല. എന്താ ചെയ്തത്? കോട്ടയത്ത് കോമ്പസ് കൊണ്ട് ശരീരം മുഴുവൻ കീറിയ സ്ഥലത്ത് ഫെവിക്കോൾ ഒഴിച്ച്. അത്ര ക്രൂരമായ റാഗിങ്ങിന് ചെയ്യണമെങ്കിൽ ഡ്രഗ് അഡിക്ഷനെ പറ്റുള്ളൂ. അപ്പൊ അതാരാ നേതൃത്വം കൊടുത്തത്? സംഘടനാ ഭാരവാഹികൾ. അപ്പൊ ഞങ്ങൾ പറയാതിരിക്കോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണം ഉണ്ട്. ആ ആരോപണം പറയുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ അവരതിൽ നിന്ന് പിന്മാറ്റണം. അതുകൊണ്ടെന്താ? പോലീസ് പറഞ്ഞല്ലോ, അന്വേഷിച്ചിട്ട് പറഞ്ഞല്ലോ ആ ആൾ അവിടെ ഇല്ല, ആൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് പോലീസ് പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ അന്വേഷിക്കാൻ പോയല്ല? നിങ്ങളാണ് പ്രതികളെ കണ്ടെത്തുന്നത്. നിരപരാധികളായ ആളുകളുടെ തലയിൽ നിങ്ങളാണ് കെട്ടിവെക്കുന്നത്. അന്വേഷിച്ച പോലീസാണ് പറഞ്ഞത് നിരപരാധികളുടെ തലയിൽ കേസ് കെട്ടിവെക്കില്ല, ഞങ്ങൾ നന്നായി അന്വേഷിച്ച് ഇതാണ് ഇതിലെ പ്രതികളെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പോലീസ് പറയുന്നത് പോരാ. എന്നാ പിന്നെ തലശ്ശേരി ചെയ്ത പരിപാടി ചെയ്യും. തലശ്ശേരിയിൽ പോലീസിനോട് കളിച്ചാൽ, അല്ല ഞങ്ങളോട് കളിച്ചാൽ, CPM-നോട് കളിച്ചാൽ അല്ലേ പറഞ്ഞത്, പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആ ഉദ്യോഗസ്ഥന്മാരെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി CPM ക്രിമിനലുകൾ തലശ്ശേരിയിൽ. എന്താ വിഷയം ഉണ്ടായത്? അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഇൻക്ലാബ് ഉണ്ടാവും. അമ്പലത്തിൽ ഉത്സവത്തിന് അത് പോലീസ് പിടിച്ചു മാറ്റാൻ ചെന്നപ്പോൾ പോലീസിനെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി. എന്നിട്ട് പോലീസിനോട് പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞല്ല, FIR-ൽ കേരള പോലീസ്, പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് എഴുതി വെച്ചിരിക്കുക. അതായത് CPM-നോട് കളിച്ചാൽ പിന്നെ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരുത്തരും ഉണ്ടാവില്ല. അവർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ആ 2 SI-മാരെ ഇവർ സ്ഥലം മാറ്റി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ച് കടക്കൽ ക്ഷേത്രത്തിൽ, ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഇവർ ഗാനമേള നടത്തി. എന്താ ഗാനമേള? പുഷ്പനെ അറിയാമോ? അമ്പലത്തിലെ പാട്ട്. പിന്നെ ലാൽ സലാം സഖാക്കളെ. എന്നിട്ട് ബാക്കിലെ വീഡിയോ വാളിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം, DYFI, CPM ഇതൊക്കെ തെളിയുന്നു. നാണംകെട്ട പാർട്ടിയല്ലേ ഇത്? നാണംകെട്ട പാർട്ടി. അവിടെ അതിന്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടായി. BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനാണ് ഇവരുടെ ലക്ഷ്യം. അമ്പലത്തിൽ പോയി ഇത് ചെയ്ത് അവിടെ സംഘർഷം ഉണ്ടാക്കി BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്.